ഹലോ കൂട്ടുകാരെ, ഒരു നാടൻ കോഴിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് 3 സവാള, ഒരു തക്കാളി, 4 പച്ചമുളക്, ഇഞ്ചി 1 പീസ്, കരിവേപ്പില, മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം 1/2 സ്പൂൺ, 1/2 സ്പൂൺ. നാടൻ കോഴി, ബ്രോയിലർ അല്ല, കഴുകി നല്ല വൃത്തിയാക്കി ഉപ്പും വിനാഗിരി ഒഴിച്ച് വെക്കണം. തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള പൊടിയായി അരിഞ്ഞതും കരിവേപ്പിലയും കൂടെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ താളിക്കണം. അപ്പോൾ താളിച്ച് ഒരുവിധം ആവുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് മിക്സിയിൽ അടിച്ചത് 2 സ്പൂൺ ചേർക്കുക. അത് നല്ലപോലെ മൊരിഞ്ഞ് ബ്രൗൺ കളറാകണം. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഈ ചിക്കൻ കഴുകി വാരിയത് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും സവാളയും ചേർത്ത് വേവിക്കാൻ വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് 4 വിസിൽ വേപ്പിച്ചെടുക്കാം. ഈ സവാള ഒക്കെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഉള്ളത് ചേർത്ത് ലേശം പച്ചവെള്ളം കൂടി ഒഴിച്ച് മുരിച്ച് ബ്രൗൺ കളറാക്കും. അരപ്പ് നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പും ലേശം വിനാഗിരിയും ചേർക്കാം ഗ്രേവിയിലേക്ക്. തക്കാളി ഒരെണ്ണം മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിരുന്നു. ആ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി വരുമ്പോഴത്തേക്കും ഗ്രേവി നല്ല കുറുകി പാകാവും. ആ സമയത്ത് കുക്കറിൽ ചിക്കൻ വിസിൽ വേപ്പിച്ചെടുക്കാം. ചിക്കൻ്റെ വിസിൽ ഒക്കെ കേട്ട് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ വേവിച്ചത് കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റാം. ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി നല്ല പാകത്തിന് ആയി വരുമ്പോഴത്തേക്കും 5 മിനിറ്റ് തിളയ്ക്കണം. തിളച്ച് ആ ഗ്രേവി കുറുകി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 1 കപ്പ്, നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഇളക്കി നല്ലോണം യോജിപ്പിച്ച് തിളച്ച് വരും. ചാറ് കുറുകുമ്പോൾ പുതിനയില അല്ലെങ്കിൽ മല്ലിയില ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. കറി റെഡിയായി. ഇത് ചോറിനും ചപ്പാത്തി